മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ പ്രവീണും ജിഷിനും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ അനുവിനാണ് സപ്പോർട്ട്. ഇന്നലെ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ അനുമോള് പറയുന്നതിനാണ് ഇവർ സപ്പോർട്ട്. കാരണം ഇവരും പുറത്തുനിന്ന് ലൈവിലൊക്കെ പലതും കണ്ടിട്ടാണ് വന്നതെന്നാണ് പറയുന്നത്. ജിഷിൻ നമ്മുടെ പ്രവീണിനോട് പറയുന്നത്, ഇന്നലെ ഞാൻ ആര്യനോട് ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു. അനുമോള് കണ്ടെന്ന് പറയുന്നു. എന്താണ് സംഭവമെന്ന് ആര്യനോട് ചോദിച്ചപ്പോൾ ആര്യൻ പറഞ്ഞത്, ജിസയിലും റെനയും ആര്യനും ഇതുപോലെ പുതപ്പിനടിയിലിരുന്ന് കളിക്കാറുണ്ട്, ബ്ലാങ്കറ്റൊക്കെ മൂടിയിട്ട് കളിക്കാറുണ്ട്. അതാണ് ഈ അനുമോള് പറയുന്നത് എന്ന്. എന്നാൽ ജിഷിൻ അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, അതൊന്നുമല്ല. കാരണം അനുമോൾ അതും കണ്ടിട്ടുണ്ട്. റെനയും ജിസയിലും ആര്യനും ബ്ലാങ്കറ്റിനുള്ളിൽ കയറി കളിക്കുന്നതൊക്കെ അനുമോള് കണ്ടിട്ടുണ്ട്. അതവർ കളിക്കുന്നതായിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നതായിട്ട് തന്നെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇതല്ല. റെന ഈ ടൈമിലില്ല. ജിസയിലും ആര്യനും തമ്മിൽ ഉമ്മ വെച്ചത് കണ്ടു എന്ന് തന്നെ അനുമോള് എന്നോട് പറഞ്ഞു എന്നാണ് ജിഷിൻ പ്രവീണിനോട് പറയുന്നത്. അതിനുശേഷം ആര്യൻ ജിഷിനോട് പറഞ്ഞത്, അനുമോള് ആര്യൻ്റെ പുറകെ നടന്ന് ആര്യനെ വളയ്ക്കാൻ നോക്കുകയാണ്, ലവ് കോംബോ ട്രൈ ചെയ്യുകയാണ്. ഈ സമയത്ത്, അതായത് ആര്യനും ജിഷിനും സംസാരിക്കുന്ന സമയത്ത് ബിന്നി ഉണ്ടായിരുന്നു കൂടെ. ബിന്നിയും ആ കാര്യം സമ്മതിച്ചു. ബിന്നിക്കും അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട്, നമ്മുടെ അനുമോൾക്ക് ആര്യനെ ഇഷ്ടമാണോ അല്ലെങ്കിൽ ലവ് ട്രാക്ക് പിടിക്കുകയാണോ എന്നൊക്കെ. കാരണം അനുമോളുടെ പല പ്രവർത്തികളിൽ നിന്നും നോട്ടത്തിൽ നിന്നും സംസാരത്തിൽ നിന്നുമൊക്കെ അങ്ങനത്തെ ഒരു സംശയം തോന്നിയിട്ടുണ്ടെന്ന് ബിന്നിയും പറഞ്ഞു എന്ന്. എന്നിട്ട് ജിഷിൻ പ്രവീണിനോട് പറയുന്നത്, എനിക്ക് അനുമോളെ പുറത്ത് വെച്ചേ അറിയാം. അവൾക്ക് ഇത്രയും വയസ്സുണ്ടെങ്കിലും കുട്ടിക്കളി മാറാത്തൊരു ക്യാരക്ടറാണ്. അവൾ ആര്യനെ ബ്രദറായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അവൾ അതുകൊണ്ട് തന്നെ ആര്യൻ ഇങ്ങോട്ട് കളിക്കാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കളിക്കുമായിരിക്കും. അത് കാണുന്ന മറ്റുള്ളവർക്ക് ചിലപ്പോൾ അവൾ വളയ്ക്കാൻ നോക്കുവാണ് അല്ലെങ്കിൽ ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കുവാണെന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് അവളെ പുറത്തു നിന്നേ അറിയാം. അനുമോള് ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതുമല്ല, അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആര്യനും അനുമോളും തമ്മിൽ 7-8 വയസ്സിന് വ്യത്യാസമുണ്ട്. ഞാൻ അവനെ ഒരു അനിയനായിട്ട് തന്നെയാണ് കാണുന്നതെന്ന്. ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടായപ്പോൾ എല്ലാവരും ആര്യന് പുറത്തൊരു ലൈഫുണ്ട്, ജിസേലിന് ഒരു പുറത്ത് ലൈഫുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു നടന്നാൽ അനുമോൾക്ക് എന്താ പുറത്തൊരു ലൈഫില്ലേ എന്ന്. അങ്ങനെ ഉള്ളൊരു സംസാരമൊക്കെയാണ് നമ്മുടെ പ്രവീണും ജിഷിനും തമ്മിൽ പോകുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.